പാഠം 534 ഉപകാരങ്ങൾ ചെയ്യേണ്ട വിധം. ഹലോ, അതെ സത്യഭാമയാണ്. ആ മീനാക്ഷി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എനിക്കെന്താ വിശേഷം? ആ ഉവ്വ്, അത് ജയിച്ചു. ജയകുമാർ പറഞ്ഞില്ലേ? ഹേയ്, ഞാൻ എന്റെ ജോലി ചെയ്തു, അതിലിത്ര നന്ദി പറയാൻ എന്താ ഉള്ളത്? എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ശരി, വിളിച്ചാരാണെന്ന് അറിയോ മോഹനേട്ടാ? മീനാക്ഷി ചേച്ചി. ഇന്നലെ ഒരു കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഒരു ജയകുമാറിന്റെ ഭൂമി അയൽവാസി കയ്യേറി മതിൽ കെട്ടിയൊരു കേസ്. ജയകുമാറിന്റെ അമ്മയാണ് മീനാക്ഷി ചേച്ചി. ജയകുമാറിന് ആകെ ഉണ്ടായിരുന്ന 8 സെന്റ് ഭൂമിയാ. അതിൽ നിന്ന് 2 സെന്റ് ഭൂമി അയൽവാസി കയ്യേറി കളഞ്ഞു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ ആ കേസ് വാദിച്ച് ജയിച്ചു. ജയകുമാറിന്റെ ഭൂമി തിരിച്ചു കിട്ടുകയും ചെയ്തു. അതിന് നന്ദി പറയാനാ മീനാക്ഷി ചേച്ചി വിളിച്ചത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സാധിക്കുന്നതിന്റെ പേരിൽ നന്ദി പറയാനാണെങ്കിൽ എന്നോട് ഒരു ദിവസം 100 പേരെങ്കിലും നന്ദി പറയാൻ കാണും. ഒരു വില്ലേജ് ഓഫീസർ ഒരു ദിവസം എത്ര പേരാണ് സഹായിക്കുന്നത്? വില്ലേജ് ഓഫീസറുടെ വിശേഷം കൂടുതൽ പറയാതിരിക്കാൻ നല്ലതേ. ജയകുമാറിന്റെ ഭൂമി കയ്യേറാൻ അയൽവാസിക്ക് കൂട്ടുനിന്നതേ അവിടുത്തെ വില്ലേജ് ഓഫീസറാ. ഇല്ലാത്ത ഭൂമിക്ക് കരം തീർത്ത രസീതും കൊടുത്ത് അയാൾ ഉണ്ടാക്കിയ പുലുവലായിരുന്നു ഒക്കെ. കോടതിയിലെ വില്ലേജ് ഓഫീസറെ ഞാൻ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിച്ചു. സർക്കാരിന്റെ ശമ്പളം വാങ്ങി പാവങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന കള്ളന്മാര്. അത്തരം വില്ലേജ് ഓഫീസർമാരെ തലമൊട്ടടിച്ച് നാട് കടത്താൻ വേണ്ടത്. ഓ അല്ല പിന്നെ. ഇപ്പോ നീ പറഞ്ഞത് മുഴുവൻ വിവരക്കേട്. ഒന്നാമത്, ഏതോ ഒരു വില്ലേജ് ഓഫീസർ ചെയ്ത തെറ്റിന് ഈ നാട്ടിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവൻ മോശക്കാരാണെന്ന രീതിയിൽ സംസാരിച്ചു. രണ്ടാമതായി, നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഒരാളുടെയും തലമൊട്ടയടിക്കാനോ നാട് കടത്താനോ പറ്റില്ല. അതുപോലും അറിയാത്ത നീ എങ്ങനെയാടി ഒരു വക്കീലായത്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പൊതുജനങ്ങളെ സഹായിക്കാനായി സർക്കാർ നിയമിച്ച് ആഫീസും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് മാസാമാസം ശമ്പളം കൃത്യമായി എണ്ണിക്കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൃത്യവിലോപം കാട്ടി. അതിനെപ്പറ്റി ആദ്യം പറ. കേരളത്തിൽ 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവരിൽ ഒരാൾ ചിലപ്പോൾ ഒരു തെറ്റിയിട്ടുണ്ടാവും. അതിന്റെ പേരിൽ ബാക്കി 4,99,999 പേരെ അപമാനിക്കുന്നത് എവിടത്തെ മര്യാദയാണ്? പക്ഷേ എന്റെ അറിവിൽ നേരെ തിരിച്ചാണ്. കേരളത്തിലെ 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ കൈക്കൂലി വാങ്ങാത്ത ഒരേ ഒരാള് ഈ മോഹൻകൃഷ്ണ സാറാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഈ വിഷയമല്ലല്ലോ. എന്റെ ഒരു കക്ഷിക്ക് വേണ്ടി ഞാൻ കേസ് വാദിച്ചു, ജയിച്ചു. അതിന്റെ പേരിൽ എന്റെ കക്ഷിയുടെ അമ്മ നേരിട്ട് വിളിച്ച് എന്നോട് നന്ദിയും പറഞ്ഞു. മോഹനേട്ടനോട് ഈ ജന്മത്ത് ആരെങ്കിലും അങ്ങനെ നന്ദി പറഞ്ഞിട്ടുണ്ടോ? എത്രയോ പേർ. ഓരോ ദിവസവും ഓരോരോ ആവശ്യങ്ങൾക്കായി എന്തുമാത്രം പേരാണ് വില്ലേജ് ഓഫീസിലേക്ക് കയറി ഇറങ്ങുന്നത് നിനക്കറിയാമോ? അവരിൽ പലരുടെയും വലിയ വലിയ കാര്യങ്ങളാണ് ഞാൻ സാധിച്ചു കൊടുത്തിട്ടുള്ളത്. കാര്യം സാധിച്ച് തിരിച്ചു പോകാൻ നേരം എത്ര പേരാണെന്ന് അറിയാമോ എന്നോട് നന്ദി പറയാനുള്ളത്? ചിലർ കരഞ്ഞിരിക്കുന്നു, ചിലരെന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊന്നും ഞാനിവിടെ പറയാറില്ലെന്നേ ഉള്ളൂ. എന്താണ് കാര്യം? ഇത്തരം കാര്യങ്ങൾ വലിയ പൊങ്ങച്ചൊന്തോടെ പറഞ്ഞു നടക്കാൻ ഞാനൊരു വക്കോലല്ല. മോഹനേട്ടനെ സാധിച്ചു കൊടുത്തു എന്ന് പറയുന്നത് മോഹനേട്ടന്റെ സ്വന്തം താല്പര്യപ്രകാരം സാധിച്ചു കൊടുത്തതല്ല. അത് മോഹനേട്ടന്റെ ജോലിയാണ്. കൃത്യമായ രേഖകളുമായി വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്ന ആരുടെയും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലെ മോഹനേട്ടന്റെ ഉത്തരവാദിത്വമാണ്, അല്ലാതെ ഔദാര്യമല്ല. പക്ഷേ ഞാനോ ഏതെങ്കിലും ഒരു കേസ് വാദിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാ? ഞാനാ. ഒരു കേസ് ഞാൻ വാദിക്കണമെന്ന് എന്നെ ഓർക്കും നിർബന്ധിക്കാൻ പറ്റില്ല. അതായത് ഞാൻ ചെയ്യുന്നത് ഒരു ഔദാര്യം തന്നെയാണ്. അഡ്വക്കേറ്റ് സത്യഭാമ ഒരു കേസ് വാദിക്കണോ വേണ്ടയോ എന്നത് ഒരു ഔദാര്യമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ വാദിച്ചില്ലെങ്കിൽ നീ കേസില്ലാ വക്കീൽ എന്ന് പേര് കിട്ടി വക്കീൽ ഓഫീസിലിരുന്ന് ഈ ചടിക്കേണ്ടതാണ്.
അതുണ്ടാകാതെ ചിലർ നിനക്ക് കേസുമായി വരുന്നത് അവരുടെ ഔദാര്യം കൊണ്ടാണ്. ജോലി അറിയാവുന്ന 100 കണക്കിന് വക്കീലന്മാർ നാട്ടിലുണ്ടായിട്ടും അവരെ ഒന്നും കേസ് ഏൽപ്പിക്കാതെ പണി അറിയാത്ത നിന്നെ കേസ് ഏൽപ്പിക്കുന്നത് ഔദാര്യമല്ലാതെ മറ്റെന്താണ്? മറുപടി ഞാൻ പറയാം. വരട്ടെ. നമസ്കാരം. ആരാ? എന്റെ പേര് സദാശിവൻ. വില്ലേജ് ഓഫീസർ മോഹനേഷ് സാറിനെ ഒന്ന് കാണാമെന്നതാ. സാറില്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. മോഹനേട്ടാ, ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിരുന്നു, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. അയ്യോ, അങ്ങനെ വീട്ടിൽ വന്ന ആഫീസ് കാര്യങ്ങൾ സംസാരിക്കുന്നത് മോഹനേട്ടന് ഇഷ്ടമല്ല. സാർ, എന്റെ പേര് സദാശിവൻ. ഞാനൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ തന്നിരുന്നു. മെനിഞ്ഞാന്ന അപേക്ഷ തന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു സാറ് പറഞ്ഞു വ്യാഴാഴ്ച വന്നാ മതിയെന്ന്. ഇന്ന് ബുധനാഴ്ചയിലേ ഉള്ളൂ. അതല്ല സാർ, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാൻ വേണ്ടിയാ സർട്ടിഫിക്കറ്റ് ചോദിച്ചത്. ഇന്നലെ വൈകിട്ട് അറിഞ്ഞത് നാളെ മുതൽ ബാങ്ക് മാനേജർ അവധിയാന്ന്. ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്താലേ കാര്യങ്ങൾ നീങ്ങുമെന്ന്. സ്ഥലം നോക്കാനായി സാർ ഇന്നലെ അവിടെ വന്നിരുന്നു എന്ന് ഭാര്യ പറഞ്ഞു. ഇനിയിപ്പോ വേറെ താമസമൊന്നും ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമെന്ന് നോക്കാമോ സാർ? കുറച്ച് അത്യാവശ്യമുണ്ട്. ആ ലോൺ കിട്ടിയില്ലെങ്കിൽ ഞാൻ കഷ്ടത്തിലാവും. സാറ് വിചാരിച്ചാലേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. വീട്ടിൽ വന്ന ആവശ്യങ്ങൾ പറയുന്നൊന്നും സാറിന് ഇഷ്ടമല്ലെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ചായക്കട നടത്തുന്ന കൃഷ്ണൻകുട്ടിയാ പറഞ്ഞത് സാറ് മനസാക്ഷിയുള്ള ആളാ, നേരിട്ട് എന്ന് സങ്കടം പറഞ്ഞാൽ കേൾക്കുമെന്ന്. സദാശിവൻ ചേട്ടൻ ഒരു 11 മണി വില്ലേജ് ഓഫീസിലേക്ക് വന്നോളൂ, സർട്ടിഫിക്കറ്റ് തരാം. വലിയ ഉപകാരം സാർ. താമസിക്കരുത്. 11 മണി കഴിയുമ്പോൾ ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോകും. താമസിക്കില്ലേ സാർ? എന്തായാലും സാറിന് ദൈവാനുഗ്രഹം ഉണ്ടാവും. എന്നോട് ഇത്രയും കാരുണ്യത്തോടെ വേറെ ആരും പെരുമാറിയിട്ടില്ല. സദാശിവൻ ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില അഹങ്കാരികളായ ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന്. അവരുടെ ആ ധാരണ മാറാൻ സദാശിവൻ ചേട്ടന്റെ ഈ വരവ് ഉപകാരപ്പെട്ടു. ഓ, പോയിക്കോളൂ. ശരി സാർ. വക്കോലെ, ഇപ്പോ എന്ത് പറയുന്നു? വക്കീലാണോ വില്ലേജ് ഓഫീസറാണോ വലിയ പുള്ളി? വില്ലേജ് ഓഫീസർ ഒരു കാര്യത്തിലാണല്ലോ അയാൾ വന്നത്. അതെ, ഇത്തരം ആളുകൾ വരുന്നത് വില്ലേജ് ഓഫീസിലേക്ക് മാത്രമാണ്, അല്ലാതെ വക്കോൽ ഓഫീസിലേക്കല്ല. സാറ് സഹായിച്ചില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോകും എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. നിന്റെ അടുത്ത് വരുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ പറയില്ല. കാരണം നീ ഇല്ലെങ്കിൽ വേറെയും വക്കീലമാർ 100 കണക്കിനുണ്ട്. പക്ഷേ കേസ് ജയിക്കണമെങ്കിൽ സാമർഥ്യമുള്ള വക്കീലമാര് തന്നെ വേണം. അതിലും നല്ലതാണല്ലോ കേസ് ഉണ്ടാകാതെ നോക്കേണ്ടത്. മാന്യന്മാർക്ക് ഒരിക്കലും ഒരു വക്കീലിന്റെ ആവശ്യം വരുന്നതേയില്ല. പക്ഷെ നിന്നെപ്പോലൊരു വക്കീലിന് ഒരു വീട് വെക്കണമെങ്കിൽ എന്നെപ്പോലൊരു വില്ലേജ് ഓഫീസറുടെ സഹായം വേണ്ടി വരും. ഇപ്പോഴാ പോയ മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുമ്പോൾ അയാൾ എന്തായിരിക്കും എന്നോട് പറയുക എന്ന് നിനക്കറിയാമോ? സാർ, ഈ ജന്മത്ത് സാറിന് ഞാൻ മറക്കില്ല. സാർ എനിക്ക് കണ്ട ദൈവമാണ് എന്നൊക്കെ. ഇങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷി എന്നെങ്കിലും നിന്നോട് പറഞ്ഞാൽ അന്ന് കാക്ക മലന്ന് പറക്കും. മനസ്സിലായോ? അഹങ്കാരി. ആഹാ. ഹലോ, അതെ ഉത്തമനാണ്. ആ ഡേ പ്രഭാര, നിന്റെ ബിൽഡിംഗ് പെർമിറ്റ് ഇന്ന് തന്നെ കിട്ടും കേട്ടാ. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. നീ ഒരു 11 മണിയാകുമ്പോൾ പഞ്ചായത്ത് ഓഫീസ് ചെന്നിട്ടേ സജി എന്ന് പറയുന്നൊരു സാറുണ്ട്, ആ പുള്ളിക്കാരനെ കണ്ടാൽ മതി. ഓ ശരി 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 ശരി. നമസ്കാരം സാറേ. ഞാൻ സാറിനെ വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു, പിന്നെ ആലോചിച്ച് നേരിട്ട് പറയുന്നതാണ് നല്ലതെന്ന്. എന്താ സാറാ കുമാരൻകുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റ് മെനിയാന്നേ ശരിയാക്കി കൊടുത്തല്ലേ? അയാളുടെ എന്തോ ജോലിക്കാരത്തിനാ. ഓ,
ഇന്നലെ വൈകിട്ട് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് കുമാരൻകുട്ടിയെ ഞാൻ കണ്ടു. അവൻ എന്റെ അടുത്ത് പറയാണ്, ഹോ മോഹനേഷ് സാറ് എന്റെ ദൈവമാണ് ഉത്തമ എന്ന്. പറഞ്ഞ സമയത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അതിന് 10 പൈസ കൈക്കൂലി ചോദിച്ചുമില്ല. മോഹനേഷ് സാറിനെ പോലെ 10 ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നെങ്കിൽ നാട് സ്വർഗമായി പോയേനെ എന്നും പറഞ്ഞ്. ഉത്തമൻ ഇപ്പൊ എങ്ങോട്ടാ? കൃഷി ഓഫീസറെ പോണ സാറേ. എങ്കിൽ കൃഷി ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ എന്റെ വീട്ടിൽ കയറി ഇപ്പൊ ഉത്തമൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഭാമിയോട് പറയണം. ഏത് കാര്യം? കുമാരൻകുട്ടി എന്നെ പറ്റി ഉത്തമനോട് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഉത്തമൻ ഭാമിയോട് പറയണം. എന്തിന്? ആവശ്യമുണ്ട്, അത്ര മനസ്സിലാക്കിയാൽ മതി. അത് പറയാതെ ഉത്തമൻ വേറെന്തെങ്കിലും കാര്യത്തിന് പോയാൽ ഇനി ഒരു കാര്യത്തിനും എന്നെ കടവരണ്ട. അയ്യേ, ഒരു നല്ല കാര്യം പറയാൻ പോയത് അബദ്ധമായ. രാവിലെ ഒന്നാമത് സമയമല്ല, അപ്പോഴാണ് അങ്ങനെ ഒരു മോഹനേഷ് സാർ ഇന്നല്ലേ താലൂക്ക് ഓഫീസിൽ പോണോന്ന് പറഞ്ഞത്? സാർ അവിടെ പോയിട്ടാണോ ശിശുപാലൻ ചേട്ടാ വരുന്നത്? ഏയ്, സാർ ഇവിടെ വന്നിട്ട് പോവും. താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫയൽ ഇവിടെ ഇരിക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ സാറ് വരാനുള്ള നേരം കഴിഞ്ഞല്ലോ. എന്തു പറ്റുമോ എന്തോ? ഒന്നും പറ്റിയില്ല. സദാശിവൻ എന്നൊരാൾ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപേക്ഷ തന്നിട്ടില്ലേ? ഓ സാർ, ഇന്നലെ കൃഷി ഓഫീസിന്റെ സ്ഥലമാണെന്ന് തിരിക്കാൻ പോയിട്ട് വരുമ്പോ നമ്മൾ സദാശിവൻ ചേട്ടന്റെ സ്ഥലവും നോക്കിയിരുന്നു. സദാശിവൻ ചേട്ടന് ആ സർട്ടിഫിക്കറ്റ് ഇന്ന് രാവിലെ തന്നെ കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാങ്കിലെ ലോൺ അപേക്ഷിക്കാനോ മറ്റോ ആണ്. നാളെ മുതൽ ബാങ്ക് മാനേജർ ലീവിലാണെന്നാണ് പറയുന്നത്. 11 മണി കഴിയുമ്പോ സദാശിവൻ ചേട്ടൻ വരും. അപ്പോ കൊടുക്കാൻ ഭാഗത്തിൽ സർട്ടിഫിക്കറ്റ് എഴുതി എന്റെ ഒപ്പും വാങ്ങി വെക്കണം. ഇപ്പൊ തന്നെ എഴുതാം സാർ. സ്വയംപ്രഭേ, 11 മണി കഴിയുമ്പോ എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകണം. കൊണ്ടുപോകാനുള്ള ഫയലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ, അതൊക്കെ ഇന്നലെ തന്നെ എഴുതി തീർത്തതാ. അതെടുത്തു. അതെന്താ സദാശിവൻ ചേട്ടന്റെ കാര്യത്തിൽ പതിവില്ലാത്തൊരു ഉത്സാഹം? ഓരോ സമയത്ത് ഓരോ തോന്നലല്ലേ. വക്കീലേ, വക്കീലേ. നമസ്കാരമുണ്ട് വക്കീലേ. നമസ്കാരം. ഉത്തമനെന്താ ഇന്നടുത്ത്? അല്ല, ഞാൻ കൃഷി ഓഫീസിൽ പോയിട്ട് വരുന്ന വരവാണ്. അപ്പൊ വരുന്ന വഴി ഇവിടെ കയറി ഒരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. തെക്കേലെ കുമാരൻകുട്ടി ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിരുന്നു. അവന്റെ ഒരു ജോലി കാര്യത്തിന് വേണ്ടിയിട്ടാണ്. മോഹനേഷ് സാറ് പറഞ്ഞ സമയത്ത് തന്നെ ആ സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊടുത്തത് കൊണ്ട് ഈ കുമാരൻകുട്ടി രക്ഷപ്പെട്ടു. മോഹനേഷ് സാറ് എനിക്ക് ദൈവത്തെ പോലെയാണേ എന്ന് ഈ കുമാരൻകുട്ടി പറഞ്ഞു. അതുകൊണ്ട് അത് മാത്രമല്ല, മോഹനേഷ് സാറിനെ പോലെ ഒരു 10 പേരുണ്ടായിരുന്നെങ്കിൽ ഈ നാട് സ്വർഗമായേനെ എന്നും കുമാരൻകുട്ടി പറഞ്ഞു. അതിനെന്താ? അതിനെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും കാര്യം ഇവിടെ വന്ന് വക്കീലിനോട് പറയണമെന്നും മോഹനേഷ് സാർ എന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ സംഗതി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ഇനി എനിക്ക് പോകാമല്ലോ. ഇന്നാണെങ്കിൽ 100 കൂട്ട ജോലിയുള്ള ദിവസമാണ്. എന്നാ ഞാൻ പോട്ടെ വക്കീലേ. ഈശ്വര, അപ്പൊ വലിയ ഓഫീസർ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാ. ഇനി എത്ര പേര് ഇങ്ങനെ കേറി വരുമോ എന്തോ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സദാശിവൻ. ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ തന്നിരുന്നു. മനസ്സിലായി. ചേട്ടന്റെ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് സാർ സീൽ വെച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അത് എവിടെയാ കാഞ്ചന സാറേ? വലിയ ഉപകാരം സാർ. ഇത് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങളും. മോഹനേഷ് സാറ് സദാശിവൻ ചേട്ടന്റെ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. നിങ്ങൾ തമ്മിൽ മുമ്പ് പരിചയമുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ ഇന്ന് രാവിലെ സാറിന്റെ വീട്ടിൽ ചെന്ന് സാറിനെ കണ്ട് എന്റെ അത്യാവശ്യങ്ങൾ ബോധിപ്പിച്ചു. അപ്പൊ അതാണ് കാര്യം. എന്തായാലും ഇത് ഇന്ന് കിട്ടിയത് വലിയ ഉപകാരമായി. നാളെ മുതൽ ബാങ്ക് മാനേജർ അവധിയാ. വലിയ നന്ദിയുണ്ട്. നന്ദിയുടെ കാര്യമില്ല. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്തത്. നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നാലും ഇത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സാർ. ലോണിന്റെ ആവശ്യത്തിന് മറ്റ് ഓഫീസുകളിൽ ചെന്നപ്പോ ഇതായിരുന്നില്ല അവസ്ഥ. മറ്റ് ഓഫീസ് പോലല്ല ഈ വില്ലേജ് ഓഫീസ്. ഇവിടെ എല്ലാ കാര്യങ്ങളും
വളരെ കൃത്യമായും സത്യസന്ധമായും നടക്കും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സാർ. ശിശുപാല, എന്താ സാർ? ആ പോയത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അയാളെപ്പോലുള്ള ആളുകളെ സഹായിക്കാനാണ് നമുക്ക് സർക്കാർ ശമ്പളം തരുന്നത്. ഇനിയിപ്പോ അയാൾ എന്തായിരിക്കും പുറത്തുപോയി പറയുക എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു ബാങ്ക് ലോണിന്റെ ആവശ്യത്തിനായി ഓരോ കടലാസിനും വേണ്ടി ഓരോരോ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി. എല്ലായിടത്തും ഓരോരോ തടസ്സങ്ങളായിരുന്നു. പലരും കൈക്കൂലിയും ചോദിച്ചു. പക്ഷേ വില്ലേജ് ഓഫീസിൽ മാത്രം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന്. പിന്നെ അല്ലാതെ വില്ലേജ് ഓഫീസർ മോഹനേഷ് സാർ ഒരു നല്ല മനുഷ്യനാണെന്നും പറയും. അങ്ങനെ സദാശിവൻ ചേട്ടൻ എന്നെ പറ്റി നല്ലത് പറയുന്നത് പോലെ തന്നെ നിങ്ങളെ പറ്റിയും പറയണം. അതിനെന്താ വേണ്ടത്? വില്ലേജ് ഓഫീസർ ആവണം. അതിന് വില്ലേജ് ഓഫീസർ ആവണമെന്നില്ല. എല്ലാവരും അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്താൽ മതി. ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിട്ട് കൃത്യം 1:31 തിരിച്ചു പോകും. ആരെങ്കിലും വിളിച്ചാൽ 2:01 വിളിക്കാൻ പറഞ്ഞാൽ മതോ. സാർ, ഇതാ സദാശിവൻ ചേട്ടന്റെ കയ്യിലിരുന്നതാ, മറന്നു വെച്ചു. ഇങ്ങനെ വയ്ക്കോ. ആ കവലയിലെത്തുന്ന മുമ്പ് ഞാൻ ആളെ കണ്ടുപിടിച്ചു കൊടുത്തോളാം. ജോലി നടക്കട്ടെ. സാറേ, ഒരു സംഭവം അറിഞ്ഞോ? എന്താ? താലൂക്ക് ഓഫീസിൽ സഹദേവ സാറിന്റെ വണ്ടി ഇടിച്ചു. എവിടെ വെച്ച്? വീട്ടിൽ നിന്ന് ബൈക്കിൽ വരുമായിരുന്നു. എതിരെ വന്നൊരു കാറുമായിട്ട് ഇടിച്ചേ. എന്നിട്ട് സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല പരിക്കുണ്ട്. ഒരു കാര്യം ചെയ്തു സുരേന്ദ്ര, എന്നെ ഈ ബൈക്കിൽ നിന്ന് ആ ആശുപത്രി കൊണ്ടുവിട്. സാറ് ബൈക്കിന്റെ പുറകിലൊക്കെ കയറും. ഒരു അത്യാവശ്യം വരുമ്പോഴാണോ ഇത്ര കാര്യങ്ങൾ പറയുന്നത്? വന്നെടുക്ക്. പോ സാറേ. നോക്കി സൂക്ഷിച്ച്. ഇതാ പ്രൊഫസറെ, ആ റിക്കവറി ഫയലിന്റെ കൂടെ ഇരുന്നതാ. സാറേ, ഞാനിവിടെ ഒരു കൂട് വെച്ച് മറന്നു. അതെവിടെ? അത് മോഹനേഷ് സാർ കൊണ്ടുപോയല്ലോ. എങ്ങോട്ട്? സാധനം ഇവിടെ മറന്നിരിക്കുന്നുണ്ട്. സദാശിവൻ ചേട്ടൻ പോയതിന്റെ തൊട്ട് പിന്നാലെ സാറ് ഇവിടുന്ന് അതുമായിട്ട് ഇറങ്ങിയതാ. ചേട്ടനെ വഴിയിൽ വെച്ച് കണ്ടു കൊടുത്തോളാന്ന് പറഞ്ഞു. സാറിപ്പോ എവിടെ ഉണ്ട്? സാറ് പോയിരിക്കുന്ന താലൂക്ക് ഓഫീസിലേക്കാ. ആ, എങ്കിൽ സാറിന് മൊബൈലിൽ നിന്ന് വിളിക്കൂ. എനിക്ക് അത്യാവശ്യമുള്ള കടലാസൊക്കെ ആ കൂടിനകത്താ. മോഹനേഷ് സാറിന് മൊബൈലില്ല. ചേട്ടൻ ടൗണിലേക്കല്ലേ? അതെ. എങ്കിൽ നേരെ താലൂക്ക് ഓഫീസിൽ പോയാ മതി. എന്തൊരു കഷ്ടമായത്. ചേടാ, മോഹനേഷ് സാർ ഇങ്ങനെ കാണാതെ പോയത് എങ്ങനെയാ? ഇല്ലില്ല, മോഹനേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. 5 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ചു നോക്കിയതാ. അവിടെ ആരും ഫോൺ എടുത്തില്ല. ശിശുപാലൻ മൊബൈലും ഓഫാ. വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. മോഹനേട്ടൻ എന്താ ഇത്ര താമസിച്ചത്? മണി 5:45. ഒരു പ്രശ്നമുണ്ടായി. താലൂക്ക് ഓഫീസിലെ സഹദേവനെ വണ്ടി ഇടിച്ചു. ആശുപത്രിയില. അവിടെ ചെന്നപ്പോ സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞ് താലൂക്ക് ഓഫീസിൽ ചെന്നപ്പോ തഹസിൽദാരും പോയി. പിന്നെ തഹസിൽദാർ വരുന്നവരെ അവിടെ ഇരുന്നു. അതും കഴിഞ്ഞ് ഒന്നുകൂടി ആശുപത്രിയിൽ പോയിട്ടാണ് വന്നത്. അപ്പൊ ഓഫീസിൽ പോയില്ലേ? രാവിലെ പോയി, പിന്നെ പോകാൻ പറ്റിയില്ല. കൊള്ളാം. രാവിലെ വന്ന സദാശിവൻ ചേട്ടന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കാണില്ല അല്ലേ? ഒരു 5 മണി കഴിഞ്ഞപ്പോ സാറ് വന്നോന്ന് ചോദിച്ചാൽ അയാൾ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അയ്യോ, ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. സഹദേവൻ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ സദാശിവൻ ചേട്ടന്റെ കാര്യം മറന്നുപോയി. കഷ്ടല്ലേ മോഹനേട്ടാ. അയാള് രാവിലെ വന്ന് എന്തുമാത്രം പുകഴ്ത്തി പറഞ്ഞതാ മോഹനേട്ടനെ. എന്നിട്ട് അത് സദാശിവൻ ചേട്ടനായിരിക്കും. നീ ഇതുകൊണ്ട് കൊടുത്തേ. ഇതെന്താ? ഇത് സദാശിവൻ ചേട്ടന് കൊടുക്കാനുള്ള കൈവശാവയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഇത്ര ഉണ്ടാവൂ? നീ കൊണ്ട് കൊടുക്കുവാമേ. ഞാൻ പുറത്തു പോയി പറഞ്ഞാൽ മതി. അതെന്തിനാ? അയാൾ നന്ദി പറയുമ്പോ അത് കേട്ട് കുളിര കൊള്ളണ്ടേ? എനിക്ക് വേണ്ട. അങ്ങനെയുള്ള നന്ദി ഒന്നും കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ചെല്ല്. സാറിങ്ങോട്ട് വന്നില്ലേ?
ഇതാ സദാശിവൻ ചേട്ടന്റെ സർട്ടിഫിക്കറ്റ്. ഒരു ദിവസം മുഴുവൻ ഇത് കൈകൊണ്ട് നടന്നപ്പോ അയാളുടെ സൂക്കേട് മാറിയോ? ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ വക്കീലേ, ഞാൻ രാവിലെ വില്ലേജ് ഓഫീസിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെന്നപ്പോ ഈ പൊതി അവിടെ വെച്ച് മറന്നുപോയി. കുറച്ച് കഴിഞ്ഞ് ഇത് എടുക്കാൻ ചെന്നപ്പോ അവിടെ ഉള്ളവര് പറയുവാ സാർ ഇതും കൊണ്ട് താലൂക്ക് ഓഫീസിൽ പോയെന്ന്. ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട കടലാസ് മുഴുവൻ ഈ പൊതിയിലാ. ഇന്നൊരു ദിവസം മോഹനേഷ് സാറിനെ തിരക്കി ഈ ജില്ല മുഴുവൻ ഞാൻ നടന്നു. എന്റെ ലോൺ കിട്ടണമെങ്കിൽ ഇനി മാനേജർ അടുത്ത ആഴ്ച വരണം. ഇമാതിരി ദ്രോഹം കാണിക്കാൻ ഞാൻ എന്തു തെറ്റാ ചെയ്തേ? അല്ല അത് ചേട്ടാ ഞാനൊന്ന് പറയട്ടെ. വക്കീലൊന്നും പറയണ്ട. സാറൊരു മനസാക്ഷിയുള്ളവനെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇങ്ങനെ ഒരു ദ്രോഹം ഇതുവരെ എന്നോട് ആരും ചെയ്തിട്ടില്ല. വലിയ ചതിയായി പോയി. സാറിനെ നീ വിളിച്ചേ, ഞാൻ നേരിട്ട് കണ്ട് പറയാം. അല്ല മോഹനേട്ടൻ ഇവിടെ ഇല്ല. ഇതിവിടെ കൊണ്ട് തന്നിട്ട് എങ്ങോട്ടോ പോയി. എവിടെ പോയാലും ഒരു ദിവസം അങ്ങേര് എന്റെ മുന്നിൽ വന്ന് പെടും. അന്ന് ഞാൻ പറയാനുള്ള പറഞ്ഞോളാം. ഒരു വില്ലേജ് ഓഫീസർ. അപ്പൊ അങ്ങനെയാണല്ലേ കഥ. സഹായിച്ച് സദാശിവൻ ചേട്ടനെ ഒരു വഴിക്കാക്കിയിട്ടാണ് സാറിന്റെ വരവ്. നീ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്നൊക്കെ. അയാള് പറയാൻ പോകുന്നത് തെറിയാണെന്ന് നേരത്തെ തന്നെ അറിയാറുന്നല്ലേ. ഒരാപത്തും പറ്റിയത് ആ കൂടെ എന്റെ കയ്യിലാണെന്ന കാര്യം ഞാൻ മറന്നുപോയി. വൈകുന്നേരം വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ചപ്പോഴാ ശിശുപാലൻ ആ കാര്യം ഓർമ്മിപ്പിച്ചത്. ചുരുക്കത്തിൽ രാവിലെ ഇവിടെ വന്ന് മോഹനേഷ് സാറ് മനസാക്ഷിയുള്ളവനാണ്, ദൈവത്തെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് സദാശിവൻ ചേട്ടനെ കൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും തന്തയ്ക്ക് വിളിപ്പിച്ചു. അഭിനന്ദനങ്ങൾ സാറേ, അഭിനന്ദനങ്ങൾ. അല്ല ഇതിനിടയിൽ ഉത്തമം വന്ന് കുമാരൻകുട്ടി മോഹനയുടെ ഇപ്പോഴത്തെ കഥ പറഞ്ഞിരുന്നല്ലോ. ഇനിയിപ്പോ കുമാരൻകുട്ടിയും അഭിപ്രായം മാറ്റി വരുമോ? വഴി വെച്ച് കാനം കണ്ടിട്ടുണ്ടെങ്കിൽ ചീത്ത പറയുന്ന പറഞ്ഞിട്ടാ സദാശിവൻ ചേട്ടൻ പോയിരിക്കുന്നേ. അത് മനുഷ്യരാകുമ്പോ ചെറിയ അബദ്ധമൊക്കെ പറ്റും. അത് വലിയ കാര്യമൊക്കെ. ഞാനൊന്നും കാര്യാക്കില്ല. പക്ഷേ സദാശിവൻ ചേട്ടൻ കാര്യമാക്കാനാണ് സാധ്യത. മോഹനകൃഷ്ണൻ തനിക്ക് കൺകണ്ട ദൈവമാണെന്ന് രാവിലെ പറഞ്ഞ അതേ ആളാണ് വൈകിട്ട് അഭിപ്രായം മാറ്റിയത്. ഒരാളെ സഹായിക്കാനുള്ള ആവേശത്തിൽ കാണിച്ചുകൂട്ടിയ ഒരു അബദ്ധമാണ് വില്ലേജ് ഓഫീസറുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു കളഞ്ഞത്. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയി തീർന്നാൽ പാവം മോഹനകൃഷ്ണൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഇന്നത്തേക്ക് വിടാം.